ശക്തമായ മഴയിൽ കോഴിക്കോട് ചെക്യാട് വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞു കവിഞ്ഞു. സമീപത്തെ ചെറുതോടുകളിൽ നിന്ന് വീടുകളിലേക്ക് വെള്ളം കയറി. ജാതിയേരി ചെറുമൂത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായി. ഷിത ജഗത്ത് വിവരണമായി ചേരുന്നു. ഷിത, എന്താണ് ഉണ്ടായത്? ജിംസ്, അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 3 ദിവസമായി കോഴിക്കോട് ജില്ലയുടെ മലയോരങ്ങളിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെക്യാട് പഞ്ചായത്തിലെല്ലാം തന്നെ വലിയ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ചെക്യാട് വിഷ്ണുമംഗലം ബണ്ട്, അത് കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രധാന കുടിവെള്ള സ്രോതസ് കൂടിയാണ്. ആ ബണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് സമീപത്തുള്ള തോടുകളിലെല്ലാം വെള്ളം കയറുകയും വീടുകളിലേക്ക്, തോടിന് തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചെക്യാട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് പുഴ ഉൾപ്പെടെയുള്ള കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിൽ സുരക്ഷിത മാർഗം എന്നോണമാണ് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിലങ്ങാടും സമാനമായ രീതിയിൽ തന്നെ പുഴ കരകവിഞ്ഞൊഴുകുകയും റോഡുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ തന്നെ മഴ തുടരുന്നുണ്ട്. കാപ്പാട് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് കാപ്പാട് 7 വൈദ്യുതി പോസ്റ്റുകളാണ് അതിശക്തമായ കാറ്റിൽ മറിഞ്ഞ് വീണിട്ടുള്ളത്. ഒപ്പം കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്കുള്ള പ്രവേശനം 2 ദിവസത്തേക്ക് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രമായ ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്ക് ഇപ്പോൾ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അജിം.